ഭരണഘടനയുടെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് ഏതൊക്കെ ഭാഷകളിൽ തയ്യാറാക്കിയ ഭരണഘടനാ പരിഭാഷാ പതിപ്പുകളാണ് പുറത്തിറക്കിയത്? സംസ്കൃതം, മൈഥിലി. സംസ്കൃതം ഭാഷയിലുള്ള 3-ാം പതിപ്പാണ് ഇപ്പോൾ പുറത്തിറക്കിയത്. മൈഥിലി ഭാഷയിലുള്ളത് ആദ്യ പതിപ്പാണ്. ഇൻഡോ ആര്യൻ ഭാഷയായ മൈഥിലി സംസാരിക്കുന്നവർ കൂടുതലും ഇന്ത്യയിലും നേപ്പാളിലുമാണ്. ബീഹാറിലെ പ്രധാന ഭാഷകളിൽ ഒന്നാണിത്. നേപ്പാളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന 2ാമത്തെ ഭാഷയാണ് മൈഥിലി. മലയാളം ഉൾപ്പെടെ 18 പ്രാദേശിക ഭാഷകളിൽ ഭരണഘടന ലഭ്യമാണ്. എത്ര ഭാഷകളിൽ? 18 പ്രാദേശിക ഭാഷകളിൽ. ഭരണഘടനയുടെ മലയാളം പരിഭാഷയുടെ 1-ാം പതിപ്പ് 1974 പ്രസിദ്ധീകരിച്ചത്. ഭേദഗതികൾ ഉൾപ്പെടുത്തി 1985-ലും 2001-ലും 2ഉം 3ഉം പതിപ്പുകൾ പുറത്തിറക്കി. ഭരണഘടനയുടെ ഇംഗ്ലീഷ് മലയാളം ദ്വിഭാഷാ പതിപ്പ് 2007 മുതൽ ലഭ്യമാണ്. 75-ാം വാർഷികത്തോടനുബന്ധിച്ച് 75 രൂപയുടെ പ്രത്യേക നാണയം സ്റ്റാമ്പും പുറത്തിറക്കിയിട്ടുണ്ട്. ഒരു വർഷം നീളുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി പ്രത്യേക വെബ്സൈറ്റും കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട്. ഭരണഘടനയുടെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് ഏതൊക്കെ ഭാഷകളിൽ തയ്യാറാക്കിയ ഭരണഘടനാ പരിഭാഷാ പതിപ്പുകളാണ് പുറത്തിറക്കിയത്? സംസ്കൃതം, മൈഥിലി. സംസ്കൃതം ഭാഷയിലുള്ള 3-ാം പതിപ്പാണ് ഇപ്പോൾ പുറത്തിറക്കിയത്. മൈഥിലി ഭാഷയിലുള്ളത് ആദ്യ പതിപ്പാണ്. ഇൻഡോ ആര്യൻ ഭാഷയായ മൈഥിലി സംസാരിക്കുന്നവർ കൂടുതലും ഇന്ത്യയിലും നേപ്പാളിലുമാണ്. ബീഹാറിലെ പ്രധാന ഭാഷകളിൽ ഒന്നാണിത്. നേപ്പാളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന 2ാമത്തെ ഭാഷയാണ് മൈഥിലി. മലയാളം ഉൾപ്പെടെ 18 പ്രാദേശിക ഭാഷകളിൽ ഭരണഘടന ലഭ്യമാണ്. എത്ര ഭാഷകളിൽ? 18 പ്രാദേശിക ഭാഷകളിൽ. ഭരണഘടനയുടെ മലയാളം പരിഭാഷയുടെ 1-ാം പതിപ്പ് 1974 പ്രസിദ്ധീകരിച്ചത്. ഭേദഗതികൾ ഉൾപ്പെടുത്തി 1985-ലും 2001-ലും 2ഉം 3ഉം പതിപ്പുകൾ പുറത്തിറക്കി. ഭരണഘടനയുടെ ഇംഗ്ലീഷ് മലയാളം ദ്വിഭാഷാ പതിപ്പ് 2007 മുതൽ ലഭ്യമാണ്. 75-ാം വാർഷികത്തോടനുബന്ധിച്ച് 75 രൂപയുടെ പ്രത്യേക നാണയവും സ്റ്റാമ്പും പുറത്തിറക്കിയിട്ടുണ്ട്. ഒരു വർഷം നീളുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി പ്രത്യേക വെബ്സൈറ്റും കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട്.